വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 മത്സരങ്ങളിലെയും ആ നിരാശ, തുടർ തോൽവികളിൽ നിന്നുള്ള ആ നിരാശ അത് പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഒരു ഗംഭീര വിജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിക്കെതിരെ നേടിയിരിക്കുന്നത്. 3-0 തകർപ്പൻ ജയം. ഒരു ടീം എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയായിരുന്നു. അതിനുപരിയായിട്ട് കോച്ചിന്റെ ടാക്ടിക്സിനനുസരിച്ച് താരങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളതാണ്. വളരെ മികച്ച ധാരണയോടെ എന്താണോ ഗ്രൗണ്ടിൽ ചെയ്യേണ്ടത്, കാരണം കോച്ചിന്റെ ടാക്ടിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, അത്ര മോശമൊന്നുമല്ല. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. ഇന്ത്യൻ താരങ്ങൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. നമ്മുടെ വിദേശ മുന്നേറ്റ നിര സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലുള്ള പെർഫോമൻസ്. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് നോഹയുടെ ബ്രില്യൻസ്, ലൂണയുടെ മാജിക് തിരികെ വന്നിരിക്കുന്നു, പിന്നെ ജീസസ് ഹിമിനസിന്റെ ആ ഒരു സ്കോറിംഗ് എബിലിറ്റി, ഇത് മൂന്നും വർക്കൗട്ടായി. അതിനൊപ്പം തന്നെ എല്ലാ താരങ്ങളും ഒത്തൊരുമിച്ച് കളിച്ചു എന്നുള്ളതാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഫ്രീ ഫ്ലോ ഉള്ള അറ്റാക്കിംഗ് ഗെയിമാണ് ചെന്നൈയിനെതിരെ കാഴ്ചവെച്ചത്. ഒരു പോസിറ്റീവ് ഫുട്ബോൾ കാഴ്ചവെച്ചതിന്റെ റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് കഴിയും ഈ സീസണിൽ വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും, എല്ലാവരും സെറ്റ് ആണെങ്കിൽ എന്നുള്ളതിന്റെ എക്സാമ്പിളായി മാറിയിരിക്കുകയാണ് ഈ ഒരു വമ്പൻ വിജയം. കാരണം ഈ സിറ്റുവേഷൻ വളരെ നിർണായകമായിരുന്നു. കാരണം 10ാം സ്ഥാനത്ത് ടീം നിൽക്കുന്നു, മിക്കേൽ സ്റ്റാറയുടെ കോച്ചിങ് ജോബ് തന്നെ നഷ്ടമാകുമെന്നുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ തന്നെ കോച്ചിന് വേണ്ടിയും ടീമിന് വേണ്ടിയും താരങ്ങൾ ഒന്നടങ്കം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പോൾ ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഒന്നാമത് കോർഡിനേഷൻ സൂപ്പർ ആയിരുന്നു. വിപിൻ മോഹനൊക്കെ എന്തൊരു മികച്ച പെർഫോമൻസ് ആണ് മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചതെന്നുള്ളത് പ്രത്യേകം പറയണം. പിന്നെ ഇതിലെ ഹീറോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നോഹ തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റുമായി തകർത്ത് കളിക്കുകയായിരുന്നു നോഹയും ലൂണയും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ അത് ഡെഡ്ലി ആവുമെന്ന് നമുക്ക് അറിയായിരുന്നു. പക്ഷേ ലൂണയ്ക്ക് ആ ഒരു സ്വതസിദ്ധമായുള്ള ഒരു ഫോം ഇതുവരെ വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. ലൂണയെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല, കാരണം നമുക്ക് അത്രയും കടപ്പാടുള്ള ഒരു താരമാണ് ലൂണയെ. കഴിഞ്ഞ 3 സീസണിലും നമ്മുടെ എഞ്ചിനായിരുന്നു. അപ്പോൾ ആ ലൂണയെ, പഴയ ആ ഒരു ലൂണയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആദ്യ ഗോളിന് പ്രീ അസിസ്റ്റ് നൽകി, രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകി. അപ്പോൾ ലൂണയുടെ ഒരു ടോട്ടലായുള്ള ഒരു കൺട്രോൾ ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. ലൂണയും നോഹയും തമ്മിലുള്ള ഒരു ധാരണ അതൊരു വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയം തന്നെയാണ്. വളരെ ആശ്വാസം നൽകുന്ന ഒരു വിജയമാണ്. പിന്നെ സച്ചിൻ സുരേഷിന്റെ തിരിച്ചുവരവ്, അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സച്ചിന്റെ തകർപ്പൻ സേവുകൾ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നവോച്ച ആസ് യൂഷ്വൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ ഫ്രെഡിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മിലോസ് ആണെങ്കിലും എല്ലാവരും ഇംപ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഹോർമി പാമിന്റെ പെർഫോമൻസ് അത് എപ്പോഴും അദ്ദേഹത്തിന്റെ 100% ടീമിന് വേണ്ടി കാഴ്ചവെക്കും. സന്ദീപ് ആണെങ്കിലും സന്ദീപിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കളിയിൽ കാണാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെ എല്ലാ താരങ്ങളും അവരുടെ ഒരു അവസരത്തിനൊത്ത് ഉയരുന്ന ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. പിന്നെ KP രാഹുലിന്റെ ഒരു ഗംഭീരമായ തിരിച്ചുവരവ്. രാഹുൽ ഇപ്പം 1.5 വർഷത്തിന് ശേഷമാണ് ഒരു ഗോൾ നേടിയിരിക്കുന്നത്. ഗോൾ മാത്രമല്ല, അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് രണ്ടാമത്തെ ഗോളിന്റെ ആ ഒരു തുടക്കക്കാരൻ രാഹുലായിരുന്നു. രാഹുലിന്റെ ഒരു ഇന്റർസെപ്ഷനിൽ നിന്നാണ് ലൂണയ്ക്ക് ആ ബോൾ ലഭിക്കുന്നത്. ലൂണ പിന്നെ മുന്നോട്ട് പോയിട്ടാണ് ആ ബോള് നോഹയ്ക്ക് അസിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോഹ അത് സ്കോർ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഗോൾ ആണെങ്കിൽ ജീസസ് ഹിമിനസ്, അത് കോറു സിംഗിന്റെ അസിസ്റ്റിൽ നിന്നാണ് ജീസസ് ഹിമിനസ് സ്കോർ ചെയ്യുന്നത്. കോറു സിംഗ് ഇപ്പോൾ തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് അസിസ്റ്റ് നൽകുന്നത്. 17 വയസ്സ് മാത്രമുള്ള ഒരു താരമാണ്. ആ ഗോളിനും വഴിവെച്ചത് ലൂണയായിരുന്നു. ലൂണയുടെ പ്രീ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോള് പിന്നീട് കലാശിച്ചെല്ലാം ഗോളായിട്ട് അത് മാറിയത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ടോട്ടൽ ടീം എഫേർട്ട് തന്നെയായിരുന്നു. പിന്നെ നോഹയുടെ ആ ഒരു സെൽഫ്ലെസ്നെസ് അതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം KP രാഹുലിന് ആ ഒരു പന്ത് അദ്ദേഹം നൽകിയത്, കാരണം അദ്ദേഹത്തിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക്, മനോഹരമായ ഒരു നീക്കം അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. സ്കോറിംഗ് പൊസിഷനിലായിരുന്നു. പക്ഷേ നോഹ കറക്റ്റായിട്ട് നോക്കി രാഹുലിനെ വെയിറ്റ് ചെയ്ത് രാഹുലിന് ആ പന്ത് നൽകുന്നു. രാഹുലിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്യേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ താരത്തിന്റെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് ആ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാരണം കുറേ ആയിട്ട് രാഹുൽ ഒരു ഗോൾ നേടാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് സാധ്യമായി. അപ്പം നോഹയുടെ ആ ഒരു സെൽഫ്ലെസ്നെസ്സിന് ഒരു ബിഗ് സെല്യൂട്ട് തന്നെ നൽകണം. ഇങ്ങനെ വേണം ടീമായാലും, കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് കളിക്കുന്നു, എല്ലാവരും ഗോൾ അടിക്കുന്നു, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ രാഹുൽ തന്നെ ഇപ്പോൾ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ 20 മത്സരങ്ങൾക്ക് ശേഷം ക്ലീൻ ഷീറ്റ് ലഭിക്കുന്നു. അപ്പം ബ്ലാസ്റ്റേഴ്സ് ശരിക്കും റോൾ ചെയ്ത് തിരികെ വന്നിരിക്കുകയാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിജയം തന്നെയാണ്. ഇപ്പം 3 പോയിന്റ് എന്നതിനേക്കാൾ ഉപരി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ മിക്കേൽ സ്റ്റാറയുടെ തന്ത്രങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, സ്റ്റാറയുടെ
ടാക്ടിക്സിന് പ്രശ്നങ്ങളില്ല. സ്റ്റാറെ നല്ല ഫ്ലെക്സിബിൾ ആയുള്ള കോച്ചാണ്. പക്ഷേ സ്റ്റാറെ മുന്നോട്ട് വെക്കുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ താരങ്ങൾക്ക് സാധിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങൾക്ക്. എന്തായാലും അതിലൊരു പരിഹാരം താൽക്കാലികമായെങ്കിലും കണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സിന് വെറുതെ ഇരിക്കാൻ സമയമില്ല, ആലസ്യത്തിലേക്ക് പോകാൻ സമയമില്ല. കാരണം അടുത്ത വ്യാഴാഴ്ച വലിയൊരു പോരാട്ടം വീണ്ടും വരികയാണ്. അത് ഗോവയ്ക്കെതിരെയാണ്, സ്വന്തം തട്ടകത്തിൽ തന്നെയാണ്. അപ്പൊ ഗോവയ്ക്കെതിരെ മനോഹരമായുള്ള ഒരു പെർഫോമൻസ്, ഇതേപോലുള്ള ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കണം. അതിനൊപ്പം തന്നെ ഡിഫൻസ് കുറച്ചും കൂടെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാകും. പ്രത്യേകിച്ച് ഈ നോഹ, പിന്നെ ലൂണ, പിന്നെ അതിനൊപ്പം ജീസസ് ഹിംനിസും കൂടെ ചേരുമ്പോൾ ഇവരുടെ ആ ഒരു ട്രയോ അല്ലെങ്കിൽ ആ ഒരു മൂവർ സംഘം സെറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ അതിനൊപ്പം തന്നെ കോറു സിംഗും ജീസസ് ഹിംനിസും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമുക്കിപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും കാണാൻ സാധിച്ചു. പിന്നെ പെപ്രയെ മറക്കാൻ പറ്റില്ല. പെപ്രയ്ക്ക് ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾ പെപ്രയ്ക്ക് നടത്താനുണ്ട്. കാരണം അദ്ദേഹം ഏത് പൊസിഷനിൽ എപ്പോഴാണോ വരുന്നത്, ഏത് ടൈമിൽ, അതായത് ഉദ്ദേശിക്കുന്നത് ഏത് സമയത്ത് വന്നാൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. അപ്പോൾ പെപ്ര ഇന്നലെ ആണെങ്കിലും അധ്വാനിച്ച് കളിച്ചു അദ്ദേഹം സബ്ബായി വന്നിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് താരങ്ങൾ പരിക്കൊക്കെ മാറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐബാൻ ഡോഹ്ലിങ്, പിന്നെ ഇഷാൻ പണ്ഡിത, അപ്പോൾ ഇവരെല്ലാം സെറ്റായിട്ട് ടീമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കൂടുകയാണ്. പ്രബീർ ദാസ്. അപ്പം എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഇനി ആലസ്യത്തിലേക്ക് പോകാൻ സമയമില്ല. അപ്പോൾ ഇതൊരു വിജയം എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇനിയുള്ള അടുത്ത മത്സരങ്ങളും ഇതേ ഒരു പ്രകടനം, അല്പം കൂടി ഇമ്പ്രൂവ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റായി രേഖപ്പെടുത്തുക.